ആ ED റെയ്ഡ് ചെയ്യാൻ വന്നപ്പോഴേക്കും ഉണ്ടായിരുന്നെങ്കിലേ അവിടെ പാവപ്പെട്ട ED ഉദ്യോഗസ്ഥരെ അടിയിട്ടാണ് പോയതിന്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി അടിമാലി മുതൽ മൂന്നാർ വരെയുള്ള ഭാഗങ്ങളിലെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം വൻ ദുരന്തത്തിന് വഴിവെക്കുന്നതായി പരാതി. വഴിയോരങ്ങളിലെ കൂറ്റൻ മൺതിട്ടകൾക്ക് മുകളിലും സമീപത്തുമായി താമസിക്കുന്ന നിരവധി കുടുംബങ്ങളാണ് മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നത്. ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടും ഇതുവരെയും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്നും പ്രദേശവാസികൾ പറയുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാത 85 അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ പരാതിയുമായി നിരവധി കുടുംബങ്ങൾ രംഗത്ത്. ദേശീയപാതയുടെ ഭാഗമായ അടിമാലി മുതൽ മൂന്നാർ വരെയുള്ള പാതയോരത്തെ കുടുംബങ്ങളാണ് മണ്ണിടിച്ചൽ ഭീഷണി നേരിടുന്നത്. വഴിയോരങ്ങളിലെ കൂറ്റൻ മൺതിട്ടകൾക്ക് മുകളിലും സമീപ പ്രദേശങ്ങളിലും താമസിക്കുന്ന നിരവധി കുടുംബങ്ങളാണ് കടുത്ത മണ്ണിടിച്ചൽ ഭീതിയിൽ കഴിയുന്നത്. മഴ ശക്തമാകുന്നതോടെ എപ്പോൾ വേണമെങ്കിലും മൺതിട്ടകൾ ഇടിഞ്ഞു വീഴാമെന്ന അവസ്ഥയിലാണ്. പല കുടുംബങ്ങളും രാത്രികാലങ്ങളിൽ ഭയപ്പാടോടെയാണ് കിടന്നുറങ്ങുന്നത്. റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിൽ വൻ അപാകതകളാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. പാറയുള്ളിടത്ത് അവർ കോൺക്രീറ്റ് ചെയ്ത് വെച്ചേക്കണം. മണ്ണ് ശരിക്കും ഇടിയുന്ന സ്ഥലമാണ്. ഇവിടെ വല കെട്ടി തരാമെന്നും പറഞ്ഞ് കെട്ടിയിട്ട് പോയത്. ശരിക്കും പറഞ്ഞാൽ രാത്രി ഇവിടെ കിടക്കുമ്പോൾ ഭയങ്കര പേടിയായി. സ്കൂട്ടി പോലും മുറ്റത്ത് കയറി വരില്ല. ഈ പിള്ളേരെയും കൊണ്ടൊക്കെ എടുത്തുകൊണ്ട് വേണം ഇറങ്ങിപ്പോകാൻ. ആ സൈഡാണെങ്കിൽ ഒരു കാരണവശാലും പണിതെടുക്കാൻ പറ്റാത്ത രീതിയിൽ അവർ വെച്ചാൽ അവരോട് നീക്കി തരാൻ പറഞ്ഞിട്ട് അതും ചെയ്തു തന്നിട്ടില്ല. അങ്ങനെ മൊത്തം പ്രശ്നമാണ്. അവർ വഴിയാലും നേരാൻ പാടണമെന്ന് ചെയ്തു തന്നായിരുന്നെങ്കിൽ ഒന്ന് വലിയടത്ത് വണ്ടിയാലും ഒന്ന് കയറി വരുമായിരുന്നു. സ്കൂട്ടിയാലും അതും ചെയ്യാൻ പറ്റുന്ന ജന്തുക്കളുണ്ട്. അവർക്ക് പുല്ല് കൊണ്ടുവരാനും ബുദ്ധിമുട്ടാണ്. ഭയങ്കര പാടാണ്. 2025 അടിമാലി ലക്ഷം വീട് കോളനി ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരാൾ മരണപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം മഴയെ തുടർന്ന് ലക്ഷം വീട് ഭാഗത്തിന് സമീപം ചെറിയ തോതിൽ മണ്ണിടിഞ്ഞ് ദേശീയപാതയിലേക്ക് പതിച്ചിരുന്നു. ഇത് നേരിയ തോതിൽ ഗതാഗത തടസ്സം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് ഇടവരുത്തി. ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. വയനാടിന് പിന്നാലെ കൊല്ലത്തും ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചു. 2 വിദ്യാർത്ഥികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇരുവരും പാരിപ്പള്ളി മെഡിക്കൽ